നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. കേന്ദ്രം വളഞ്ഞിട്ട് സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം വളരുകയാണ്. 8% കേരളത്തിൻ്റെ വളർച്ച വർദ്ധിച്ചു എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് നവകേരള സദസ്സിൽ പറഞ്ഞത്. ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയായി. നികുതി വരുമാനം കഴിഞ്ഞ കൊല്ലം 23,000 കോടി വർദ്ധിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? BJP നോക്കുന്നത് കേരളത്തെ ഒരു പാഠം പഠിപ്പിക്കാനാണോ? കേരളത്തിൻ്റെ മതേതര മനസ്സ് നല്ലവണ്ണം അറിയാവുന്ന കോൺഗ്രസ് പക്ഷേ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രത്തെ നേരിടാൻ ഒന്നിച്ചു നിൽക്കണം എന്ന് PK കുഞ്ഞാലിക്കുട്ടി പോലും പറയുമ്പോൾ VD സതീശൻ അത് കേൾക്കുന്നില്ലേ? കോൺഗ്രസ്സിന് കേരള വിരുദ്ധ മനസ്സോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുമ്പോൾ ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് KPCCയുടെ വക്താവ് കൂടിയായ പ്രമുഖ കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം സേനാപതി വേണു, താങ്കളിലേക്ക് തന്നെ വരികയാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം താങ്കൾ കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളവർ പറയുന്നത് നവകേരള സദസ്സ് വലിയ വിജയമായി മാറിയിട്ടുണ്ട്. ഇന്ന് തന്നെ വെള്ളാപ്പള്ളി പറഞ്ഞത് നമ്മൾ കേട്ടു. എന്തിനേറെ കേന്ദ്രത്തെ എതിർക്കാൻ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് UDFൻ്റെ തന്നെ ഭാഗമായ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ളവർ തന്നെ പറയുമ്പോൾ ഇതല്ലേ നവകേരള സദസ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അതല്ലേ മുഖ്യമന്ത്രിയും പറയുന്നത്? നിങ്ങൾ തിരുത്തണ്ടേ? ബഹിഷ്കരണ തീരുമാനമൊക്കെ തെറ്റായിപ്പോയി എന്ന് ഇപ്പോഴെങ്കിലും പറയണ്ടേ? അത് പറഞ്ഞില്ലെങ്കിൽ പോലും കേരളത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കണ്ടേ നിങ്ങൾ? ലാലേ, ഈ നവകേരള സദസ്സ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് ഇപ്പൊ 2 MP മാരാണുള്ളത്. ഒന്ന് ആലപ്പുഴയിൽ നിന്ന് ആരിഫും, രണ്ടാമത്തെ ആള് കോട്ടയത്ത് നിന്ന് ബഹുമാന്യായ തോമസ് ചാഴികാടനും. തോമസ് ചാഴികാടന് പിടികിട്ടിയിട്ടില്ല നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. അതാണല്ലോ മുഖ്യമന്ത്രി പാലായിൽ പറഞ്ഞത്. തോമസ് ചാഴികാടന് പിടികിട്ടാത്ത ഒരു കാര്യം, ബോധ്യപ്പെടാത്ത ഒരു കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു. അവർക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ഇനി നവകേരള സദസ്സിന് ആളുകൾ 5,000-ഉം 10,000-ഉം, ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തില് 2 ലക്ഷം മുതൽ 2.5 ലക്ഷം വരെ. ഞാൻ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലമാണ്. ഞങ്ങളുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 193 ബൂത്തിലായി 2,18,000-ഓളം 2,08,000-ഓളം വോട്ടർമാരുണ്ട് എന്നുള്ളതാണ്. ആ 2,08,000-ഓളം വോട്ടർമാരുള്ള ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പോലീസിന്റെ കണക്ക് പ്രകാരം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണക്ക് പ്രകാരം 5,000-നും 6,000-നും ഇടയിലാണ് ആളുകൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇടതുപക്ഷം ലാല് അന്ന് കൈരളി TVയുടെ ആളുകളും ഉണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ വന്നത് 10,000 ആകാൻ. അപ്പോൾ വന്നിരിക്കുന്നത് 10,000 ആളുകളാണ്. ആ 10,000 ആളുകൾ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവരോ ഒന്നുമല്ല. ഇപ്പോ നവകേരള സദസ്സിന് ആളില്ല എന്നോ ജനക്കൂട്ടം ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. കാരണം CPM പോലൊരു പാർട്ടി ഇടതുപക്ഷം ഈ സംവിധാനത്തിൽ, ഭരണ സംവിധാനത്തിൽ ഓരോ നവകേരള സദസ്സിലും 10,000-ഓ 20,000-ഓ 25,000-ഓ ഒന്നും ആളെ കൂട്ടുന്നതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, തോമസ് ചാഴികാടൻ ഇതെന്താണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത്. പിന്നെ ഈ നാട്ടിലെ ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു സർവേ എടുക്കലല്ലോ നമ്മുടെ ഉദ്ദേശം. എന്തിനാണ് നവകേരള സദസ്സ് എന്ന് ഇത്രയും ദിവസം മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇന്നും വിശദീകരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള സമീപനം എന്താണ്? അത് കേരളത്തെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? സാമ്പത്തികമായി എവിടെയൊക്കെ ഞെരുക്കമുണ്ടാകുന്നുണ്ട്? ഇതിൽ കേരളത്തെ നമ്മുടെ കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ച് നേടിയെടുക്കാൻ വേണ്ട കരുതൽ കാണിക്കേണ്ടവർ അത് കാണിക്കുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നത്. അത് ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ? ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള 2 ഇടതുപക്ഷ MP-മാരിൽ ഒരാൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടില്ല. അയാളുടെ അടുത്താണ് ചെന്നത്. ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അപ്പോൾ ഒരു ഇടതുപക്ഷ MP-ക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യം അത് താങ്കൾ പറയുന്നതിൽ രാഷ്ട്രീയം തീർച്ചയായും KT കുഞ്ഞിക്കണ്ണൻ അതിന് മറുപടി പറയട്ടെ. പക്ഷേ നമുക്കറിയാമല്ലോ, ഇടതുപക്ഷത്തിന് ആ ഒരു മനസ്സിലാകുകയൊന്നുമില്ല. അവർ കൃത്യമായി ആ കാര്യത്തിന് മറുപടി കൊടുക്കുന്നുണ്ട്. തോമസ് ചാഴികാടൻ ആ പറഞ്ഞതിലൊക്കെ വ്യക്തത വരുത്തിയിട്ടുമുണ്ട്. ഇന്ന് അവിടെ തന്നെ അതേ വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെയാണ് താങ്കൾ വിമർശനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് അവിടെ നിൽക്കട്ടെ, അത് രാഷ്ട്രീയമായി നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷേ അതേസമയം കേന്ദ്രത്തിലെ BJP
എടുക്കുന്ന സമീപനത്തോട് ഒട്ടി നിൽക്കുന്നു കോൺഗ്രസ് എന്നുള്ളതിന് നിങ്ങൾ എന്ത് മറുപടിയാണ് പറയുന്നത്? പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലാകാതെ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ രീതിയിൽ മനസ്സിലാകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ തിരിച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ലാലെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് എന്താ? കേന്ദ്രത്തിനെതിരെ, അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്കും ബി ജെ പി ഗവൺമെന്റിനുമെതിരെ ഒന്നിച്ചു നിന്നുള്ള പോരാട്ടം അത് ഇന്ത്യയിലുടനീളം ഉണ്ടാകണം. സംഘപരിവാർ ശക്തികൾക്കെതിരെ ജനാധിപത്യ ചേരിയുടെ പോരാട്ടം ഉണ്ടാകണം. ആ കാര്യത്തിൽ ആർക്കാ തർക്കമുള്ള? ആ കാര്യത്തിൽ തർക്കം CPM-നല്ലേ ഉള്ളത്. വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്? വി ഡി സതീശൻ പറഞ്ഞത് CPM-മായി ചേർന്ന് ഒരു സമരത്തിനും ഇല്ലാന്നല്ലേ? അല്ല, CPM-ഉമായിട്ട് ചേർന്ന് എങ്ങനെയാണ് ഞങ്ങൾ സമരം നടത്തുന്നത്? ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഞങ്ങൾ ആ മുന്നണിയുടെ ഭാഗമല്ല, ഞങ്ങൾ പുറത്തു നിന്ന് കാഴ്ചക്കാരാണ്. ഞങ്ങളുടെ പ്രതിനിധികളെ അയക്കണമോ എന്ന് സംശയം ചോദിച്ച ആളുകളല്ലേ CPM-കാര്. അവര് ഒരു കാലഘട്ടത്തിലും ഇല്ലല്ലോ BJP-ക്കെതിരെ ദേശീയ തലത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ. ഇപ്പൊ തലശ്ശേരിയിൽ 5-6 RSS-കാരന്റെ കയ്യും കാലും വെട്ടി തലവെട്ടി എന്നുള്ളതൊന്നും അല്ലല്ലോ വർഗീയതയ്ക്ക്, ഫാസിസത്തിനെതിരെയും സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം. ആ പോരാട്ടങ്ങൾ നടക്കേണ്ടത് എവിടെയാണ്? അത് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP അതും പ്രധാനമാണ്. തലശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ RSS ശാഖകൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പോലും ഒരു വലിയ പ്രശ്നമാണ്. ആര് സംരക്ഷണം കൊടുത്തു എന്നാലേ പറയുന്നത്? കെ സുധാകരൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അല്ല, കെ സുധാകരൻ കോൺഗ്രസിന്റെ ഭാഗമായി വന്നതിന് ശേഷം എവിടെയെങ്കിലും RSS-ന്റെ ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തതായിട്ട് എന്റെ അറിവില്ല. അല്ല, അദ്ദേഹമാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതൊരു വലിയ അവകാശവാദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അല്ലല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? അദ്ദേഹം എന്താ പറഞ്ഞ ജനതാ ഗോപാലനോ അല്ലെ സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി അദ്ദേഹം പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം, അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം എവിടെയെങ്കിലും അദ്ദേഹം RSS-ന്റെ ശാഖയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്റെ അറിവിലില്ല. അങ്ങനെ അതിന്റെ തെളിവുകളുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ആ കാര്യവും വിമർശിക്കുന്നു. പറയട്ടെ, പക്ഷേ നമുക്കിപ്പോ ഈ നവകേരള സദസ്സിലൂടെ പുറത്തേക്ക് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് നിങ്ങൾക്കൊക്കെ തുടങ്ങിയപ്പോൾ വലിയ സംശയമായിരുന്നെങ്കിലും സംശയം ഉള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ മറുപടി കിട്ടുന്നുണ്ട്. പൊതുസമൂഹം എവിടെ എന്ന് താങ്കൾ ചോദിച്ചു. ഈ പല പൊതുസമൂഹത്തിൽപ്പെട്ട ആളുകളുമാണ് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് അങ്ങനെ സംസാരിച്ച ഒരു നേതാവിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ. അതവിടെ നിൽക്കട്ടെ. കേരളത്തിന് അർഹമായത് നിഷേധിക്കപ്പെടുമ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്സിന് അവരുടെ 18 അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള UDF-ന്റെ 18 MP-മാരുണ്ടായിരുന്നിട്ടും അതിന് ഒരു അനക്കം പോലും നടത്തിയില്ല എന്ന് നവകേരള സദസ്സാണ് ഇപ്പോൾ ജനങ്ങളോട് പറയുന്നത്. അല്ല, നമ്മൾ മുമ്പ് മുതൽ ഈ കേന്ദ്ര അവഗണനയെക്കുറിച്ചും കേന്ദ്രം കേരളത്തെ പല കാര്യത്തിലും സഹായിക്കാതിരിക്കുന്നതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പല കാര്യങ്ങളിലും ചർച്ചകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ. എത്ര രൂപയാണ് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് വിഹിതമായി ലഭിക്കേണ്ടത്? അത് GST വിഹിതമാണെങ്കിലും, അതല്ല ഇനി ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി ലഭിക്കേണ്ടതാണെങ്കിലും, ഇനി അതല്ല എന്താ പറഞ്ഞ ബജറ്റിന്റെ പോരായ്മയായിട്ട്, ബജറ്റ് ഡെഫിസിറ്റ് ആയിട്ട് കേരളത്തിന് കിട്ടേണ്ടത്, നിങ്ങൾക്ക് കിട്ടേണ്ട തുക എത്രയാണ്? ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു ധവളപത്രം സംസ്ഥാന ഗവൺമെന്റ് പുറപ്പെടുവിക്കണം. ധവളപത്രം പുറപ്പെടുവിച്ചതിന് ശേഷം കേന്ദ്രത്തിൽ നിന്ന് ഇനി എന്താണ് ലഭിക്കാനുള്ളത്? ഇന്ന് പത്രത്തിലൊരു വാർത്ത നമ്മൾ കണ്ടു. എന്താണ്? വെട്ടിക്കുറച്ച 3140 കോടി രൂപ കേരളത്തിന് കടമെടുക്കാവും. എങ്ങനെയാ ഈ വെട്ടിക്കുറവ് വന്നിരിക്കുന്നത്? അതുകൂടി നമ്മളൊന്ന് സമയം തരികയാണെങ്കിൽ. അവിടെ തന്നെ സേനാപതി വേണു, അതൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. ഇത്രയും ദിവസം കേന്ദ്രം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇത്രയും ദിവസം BJP എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? കേരളത്തിൽ വന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്താണ് മുൻപ് പറഞ്ഞത്? ഒന്നും കേരളത്തിന് കൊടുക്കാനില്ല എന്നാണ്. ഇന്നിപ്പോൾ ഈ സമ്മർദ്ദങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ കേരളം മുഴുവൻ ഈ തരാത്ത കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുവെന്ന് കണ്ടപ്പോൾ കേന്ദ്രം ഇളവ് വരുത്തിയിരിക്കുന്നു. അവിടെയാണ് 3000 ചില്ലറ കോടി രൂപയുടെ കടം എടുക്കാനുള്ള ഒരു അനുമതിയിൽ ഒരു ഇളവ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നത്, അതും നവകേരള സദസ്സിന്റെ വിജയമാണെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, മുഖ്യമന്ത്രിയുടെ അവകാശവാദം അതാണെങ്കിൽ ഞങ്ങൾ അതിനെ ഖണ്ഡിക്കുന്നില്ല. കേന്ദ്രം ഏതായാലും 3140 കോടി രൂപ ഇന്ന് സംസ്ഥാനത്തിന് അധികമായി കടമെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ തർക്കമില്ല. അത് നവകേരള സദസ്സിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് മുഖ്യമന്ത്രി ധരിക്കുന്നത് എങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ വിശ്വാസത്തെ ഞങ്ങൾ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നുള്ള UDF-ന്റെ MP-മാർ അവർ എല്ലാവരും ചേർന്ന് ഈ കാര്യം
നിർമ്മല സീതാരാമന്റെ മുമ്പാകെ ബോധിപ്പിക്കുകയും അവരെ നേരിട്ട് കാണുകയും അവരുമായി ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ള ഒരു വാർത്ത. എപ്പോ എങ്ങനെ തീരുമാനിച്ചു? കേരളത്തിന്റെ എല്ലാ എംപിമാരും ഒരുമിച്ച് പോയി പറയണമെന്നുള്ള തീരുമാനത്തെ പോലും കടത്തിവെട്ടി നിങ്ങൾ ഇപ്പോ കേരളത്തിന്റെ ഇടത് എംപിമാർ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പോയി ഇപ്പൊ ഒരു കടലാസ് കൊടുത്തതാണോ? എംപിമാരും അതെ, ഞാൻ പറഞ്ഞത് ലാലിന് ബോധ്യപ്പെടാത്ത കേരളത്തിൽ നിന്നുള്ള എല്ലാ UDF എംപിമാരും ചേർന്ന്. അതെ, കേരളത്തിലെ UDF എംപിമാർ എപ്പോഴാണ് ഇത്രയും കാലം പോവാതെ 4.5 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ 2 മാസമോ മറ്റോ ബാക്കിയുള്ളപ്പോ ഇപ്പൊ പോയി എന്നുള്ളതാണോ നിങ്ങൾ വലിയ അവകാശവാദമായി പറയുന്നത്? എന്നാണ് ഞാൻ ചോദിക്കുന്നതല്ല എന്നാണ് നവകേരള സദസ്സിലെ ഇന്നത്തെ വർത്തമാനം? അല്ല, കേരളത്തിലെ എംപിമാര് അവർ തെരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ കേരളത്തിലെ ഓരോരോ അവകാശങ്ങൾക്ക് വേണ്ടിയും കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർ സമ്മർദ്ദം ചെലുത്തുന്നു. കേന്ദ്രത്തിലെ മന്ത്രിമാരെ കാണുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ നിർബാധം കഴിഞ്ഞ 4.25 വർഷമായി തുടർന്നു വരികയാണ്. അതിന്റെ ഭാഗമായി അവർ ഇപ്പോഴും കണ്ടിട്ടുണ്ട്, അവർ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ശരി. അപ്പോ അതിനിടയിൽ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, എന്നിട്ട് ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്ക് പോവാം. പക്ഷെ നിങ്ങൾ വല്ലാതെ കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാതെ, കേരളം വല്ലാതെ ബുദ്ധിമുട്ടിപ്പോഴും അതിനെക്കുറിച്ചൊന്നും പറയാതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ഒരു ചിത്രമെടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പറയാൻ ശ്രമിച്ച ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു കുട്ടി ഒരു ബസ്സിലിരുന്ന് കരയുന്ന ഒരു ചിത്രമായിരുന്നു. അതെന്താണല്ലോ ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കണോ? ഇതാണോ നിങ്ങൾ ചെയ്തത് എന്നും ചോദിക്കുന്നുണ്ട് നവകേരള സദസ്സിൽ. അല്ല, അത് യാഥാർത്ഥ്യമല്ലേ ലാലേ? അത് യാഥാർത്ഥ്യമല്ലേ? ആ ചിത്രം അത് ശബരിമലയിൽ ദർശനം കിട്ടാൻ വൈകിയതിന്റെ പേരിലാണോ കുട്ടി കരഞ്ഞത്? അല്ല, കേരളത്തിലെ പോലീസ് സംവിധാനം മുഴുവൻ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നു. ശബരിമലയിൽ ആവശ്യമായ പോലീസ് സംവിധാനമില്ല. അവിടുത്തെ ദർശനം അല്ലെങ്കിൽ അത് ഭക്തർക്ക് വന്ന് സമയത്ത് അവർക്ക് ദർശനം നടത്താൻ കഴിയുന്നില്ല. 10 മണിക്കൂർ മുതൽ 20 മണിക്കൂർ. അതിനാണോ ആ കുട്ടി കരഞ്ഞത്? അതിനാണോ ആ കുട്ടിയുടെ പടം വെച്ച് നിങ്ങൾ എന്താണ് പ്രാർത്ഥന ധർണയൊക്കെ നടത്തുന്നത്? ഇതാണോ നിങ്ങളുടെ കേരളത്തിന് വേണ്ടിയുള്ള കേരള മനസ്സ്? ഇതാണോ മുഖ്യമന്ത്രി പറയുന്നത്? അപ്പൊ ശരിയല്ലേ, കേരള വിരുദ്ധ മനസ്സല്ലേ നിങ്ങൾക്കുള്ളത്? മതേതരമായ കേരളത്തിന്റെ മനസ്സിനെ അട്ടിമറിക്കുന്ന ഒരു സംവിധാനമല്ലേ നിങ്ങളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെങ്ങനെയാന്ന് ഞാൻ ശബരിമലയിൽ ഇപ്പോൾ, അതായത് കഴിഞ്ഞ 2-3 ദിവസം, ഇന്നത്തെ ദിവസത്തെ അല്ല, ഉണ്ടായ പ്രതിസന്ധിയും അവിടെ ഒരു മാളികപ്പുറം, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സാധു മാളികപ്പുറം എന്താ പറഞ്ഞേ, അവര് കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ 10-15 അത് ഒരാളല്ല സാർ. ഒരു സന്നിധാനത്തേക്ക് പോകുന്ന വഴിക്ക് ശബരിമല അയ്യപ്പനെ കാണാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഒരുപാട് പേർക്ക് ഇങ്ങനെ ജീവഹാനിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ആദ്യത്തെ സംഭവമല്ല. ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഈ ചിത്രം വെച്ചുള്ള, കുട്ടിയുടെ ചിത്രം വെച്ചുള്ള പ്രചരണത്തെക്കുറിച്ച് താങ്കൾ ന്യായീകരണം പറയുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ എത്രമാത്രം നിങ്ങൾ ശബ്ദം ഉയർത്തി എന്ന ചോദ്യം അവിടെ ഇപ്പോഴും ബാക്കിയാവുകയാണ്. ഒരു ദിവസമാണ് 4.5 കൊല്ലത്തിനിടയിൽ ഒരു കടലാസുമായിട്ട് നിങ്ങൾ പോയത്. അതെല്ലാം നിങ്ങളുടെ ആരോപണം. അത് നിങ്ങൾക്ക് രാഷ്ട്രീയമായി കേരളത്തിലെ UDF എംപിമാർക്കെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്ന ആരോപണമാണ്. പക്ഷെ വസ്തുതയും യാഥാർത്ഥ്യവും അതല്ലല്ലോ. പാർലമെന്റിന്റെ അകത്ത് ബഹുമാന്യായ ശ്രീ പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യത്തെക്കുറിച്ചുള്ള മറുപടി നമ്മൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഞാൻ വരാം. സേനാപതി വേണു 12 മിനിറ്റായി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. 12 മിനിറ്റായി. ദയവായി എന്നോട് ക്ഷമിക്കുക. ഞാൻ KT കുഞ്ഞിക്കണ്ണനിലേക്ക് ഒന്ന് പോയിട്ട് വീണ്ടും താങ്കളിലേക്ക് തിരിച്ചു വരുമല്ലോ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കേരള വിരുദ്ധ മനസ്സാണ് UDF-ന് എന്ന് പറഞ്ഞില്ല, കോൺഗ്രസിന് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ടായിരുന്നു. അത് സേനാപതി വേണുവിൻ്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ താങ്കൾക്കത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനാകുന്നുണ്ടോ? അല്ല, കേരള വിരുദ്ധ മനസ്സ് മാത്രമല്ല, സംഘപരിവാർ അജണ്ടയിലാണ് അവർക്കിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം കളിക്കുന്നത്. സംഘപരിവാറിനൊരു അജണ്ടയുണ്ട്. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ട് ഏതെങ്കിലും രീതിയിൽ സ്വാധീനമുണ്ടാക്കാനോ അധികാരത്തിൽ വരാനോ അവർക്ക് കഴിയില്ല. അപ്പോൾ കോൺഗ്രസിനെ ഉപയോഗിച്ച് കേരളത്തിൽ അധികാരം പിടിക്കുക. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും എന്താണ്, കോൺഗ്രസിൻ്റെ PCC പ്രസിഡന്റുമാർ മുതലുള്ള പഴയ കേന്ദ്രമന്ത്രിമാരും ഉന്നതരുമൊക്കെ BJP-യിലേക്ക് എൻ ബ്ലോക്കായി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് BJP ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് എത്തിയത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ രാഷ്ട്രീയ അനുഭവമാണ്.
കോൺഗ്രസിൽ നിന്ന് സമുന്നതരായ നേതാക്കൾ, ഇപ്പോൾ യോഗി ആദിത്യനാഥ് യു പിയിൽ അധികാരത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ റീത്ത ബഹുഗുണ ഉൾപ്പെടെയുള്ള സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ, റീത്ത ബഹുഗുണയുടെ മുമ്പിൽ ഈ വി ഡി സതീശൻ, അതേപോലെ തന്നെ കെ സുധാകരൻ എന്നൊക്കെ പറയുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ തൃണമാണ് വേണു, ഒരു വിലയുമില്ലാത്ത നേതാക്കളാണ്. സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ, എസ് എൻ കർണാടകയിൽ നമുക്കറിയാം, എസ് എൻ കൃഷ്ണയെപ്പോലുള്ള സമുന്നതരായ കോൺഗ്രസ്സുകാർ, അതേപോലെ തന്നെ യു പിയിൽ എൻ ഡി തിവാരി ഉൾപ്പെടെയുള്ള പഴയ ബ്രാഹ്മണ നേതാക്കൾ, ഇവരെല്ലാം എൻ ബ്ലോക്കായിട്ട് ബി ജെ പിയിലേക്ക് ചെന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞത്. ബി ജെ പിയും കോൺഗ്രസും അതിൻ്റെ നേതാക്കളും ഒരേ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നവരാണ്. അവരുടെ വർഗ താല്പര്യം ഒന്ന് തന്നെയാണ് എന്ന് നമ്മൾ കാണണം. അങ്ങനെ നമ്മൾ കാണുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് വളരെ ന്യായമായും നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ട് അവർ എല്ലാ സംസ്ഥാനങ്ങളിലും നിലപാട് സ്വീകരിക്കും. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന രാജസ്ഥാനിൽ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡിൽ, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒക്കെ ബി ജെ പി ഓരോ കാര്യത്തിലും എടുക്കുന്ന നിലപാട്, കേന്ദ്ര സർക്കാർ ഓരോ കാര്യത്തിലും എടുക്കുന്ന നിലപാട് നമുക്കറിയാം. ആ കാര്യത്തിലൊക്കെ എന്താണ്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമോ അല്ലാതെയോ ആവട്ടെ, ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ തത്വാധിഷ്ഠിതമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ തത്വമില്ല, ഒരടിസ്ഥാനവുമില്ല. വൃത്തികെട്ട അധികാര രാഷ്ട്രീയത്തിൻ്റെ ഹിന്ദുത്വ അജണ്ടയിലേക്ക് വി ഡി സതീശനും കെ സുധാകരനും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുകയാണ്. അവർ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ തന്നെ ഗോൾവാൾക്കർക്ക് ഒരു പഴയ സ്വപ്നമുണ്ട്. ഗോൾവാൾക്കർ കണ്ടത് ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് ആർ എസ് എസിന് ഒരു ശക്തിയായിട്ട് മാറാൻ കുറച്ച് പ്രയാസമുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയെ ആർ എസ് എസിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയമായി ബന്ധിപ്പിച്ചാൽ ഇന്ത്യയിൽ എളുപ്പം അവർക്ക് അധികാരം പിടിക്കാമെന്നുള്ളതാണ്. അത് ഗോൾവാൾക്കറുടെ ഒരു ദീർഘകാല സ്വപ്നമാണ്. 1942 കോഴിക്കോട്ട് നടത്തിയ OTC ക്യാമ്പിലാണ് ദക്ഷിണേന്ത്യയിലെ ആർ എസ് എസിൻ്റെ പ്രമുഖരായ പ്രചാരകന്മാരെ അണിനിരത്തിക്കൊണ്ട് 1948 കോഴിക്കോടിൽ ഗോൾവാൾക്കർ പങ്കെടുത്തുകൊണ്ട് നടത്തിയ OTC ക്യാമ്പിലാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ ശക്തിയും ആർ എസ് എസിൻ്റെ സംഘത്തിൻ്റെ സാംസ്കാരിക ശക്തി ഒന്നു ചേരണം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്നതിൽ യാതൊരുവിധ തടസ്സവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മതനിരപേക്ഷ രാഷ്ട്രീയം, ആ മതനിരപേക്ഷ രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തത് ഇവിടുത്തെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവുമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ 1960-കൾക്ക് ശേഷം കോൺഗ്രസിന് പോലും രാഷ്ട്രീയം കളിക്കാൻ കഴിഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കോൺഗ്രസിന് പൊതുവായ ചില മതനിരപേക്ഷ ജനാധിപത്യ നിലപാടുകൾ ഉറച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നും നമുക്ക് അറിയാം. പക്ഷേ അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. 2 ടേം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്ന് വന്നതോടുകൂടി ഇനി കേരളത്തിൽ രാഷ്ട്രീയ സംസ്ഥാന ഭരണത്തിലേക്ക് ഞങ്ങൾക്ക് വരാനുള്ള ചാൻസ് ഇല്ല എന്ന് വന്നതോടുകൂടി ഏറ്റവും വൃത്തികെട്ട രീതിയിൽ കേരളത്തെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്ന സോമാലിയ പ്രസ്താവനയുണ്ടായി നരേന്ദ്രമോദിയുടെ. എന്തു പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ? അതിനെതിരായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള വികാരം അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? സാമ്പത്തിക രംഗത്താണെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെ, സംസ്ഥാനങ്ങളുടെ സ്വയംഭരണം സാമ്പത്തിക രംഗത്തെ നയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങേയറ്റം വിവേചനപരമായി കേരളത്തോട് പെരുമാറുന്നു എന്ന് മാത്രമല്ല, അമേരിക്ക പോലുള്ള സാമ്രാജ്യത്വ ശക്തികൾ തങ്ങളുടെ കീഴാള രാജ്യങ്ങളോട് കാണിക്കുന്ന ഉപരോധ മനസ്സോടുകൂടിയാണ്, സാമ്പത്തിക ഉപരോധമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. ഈ നയങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാട് പറയാൻ തയ്യാറായോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പ്രതാപനെ പോലുള്ള സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് ഒന്നും മിണ്ടിയില്ലെങ്കിൽ തങ്ങൾ ആകെ വഷളന്മാരാകുമല്ലോ എന്നാണ്. പക്ഷേ വി ഡി സതീശൻ എന്താണ്, ഗോൾവാൾക്കറിസത്തിലാണ് കളിക്കുന്നത്. ആ ഗോൾവാൾക്കറിസത്തിൽ കൊണ്ടാണ് ഈ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക വിവേചന നയങ്ങൾക്കെതിരായിട്ട്, കേരളത്തോട് കടിക്കുന്ന അവഗണനക്കെതിരായിട്ട്, കേരളത്തിന് ന്യായമായും കിട്ടേണ്ട വായ്പാ സമാഹരണ വിഹിതം ഉൾപ്പെടെ നിരന്തരമായി നിഷേധിക്കുന്നതിനായിട്ട് നമ്മൾ ഒന്നിച്ച് സമരം ചെയ്യണമെന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് UDF-ലെ സമുന്നതരായ ഒരു നേതാവാണല്ലോ മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി. നിമിഷങ്ങൾക്കകം ഈ സതീശൻ എന്താ പറഞ്ഞത്? മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് യോജിച്ച് ഒരു സമരത്തിന് ഞങ്ങളെ കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഭാവത്തിൽ, ശരീരഭാഷയിൽ അദ്ദേഹം സംഘപരിവാറിൻ്റെ അജണ്ടയിൽ നിന്നുകൊണ്ടാണ് അത്തരം വാചകമടിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ കൃത്യമായ കേരള വിരുദ്ധമായ ഒരു അജണ്ട എന്ന് പറയുന്നത് RSS അജണ്ടയാണ്. ആ RSS അജണ്ടയിലാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കളിക്കുന്നത്. അത് UDF-ലെ ഘടകകക്ഷികൾ തിരിച്ചറിയും, ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ UDF-ന്റെ MP-മാർ ചേർന്ന് ഇന്ന് ധനകാര്യമന്ത്രിയെ കഴിഞ്ഞ ദിവസം കണ്ട് നിവേദനം കൊടുത്തു എന്ന ഒരു അവകാശവാദമാണ് ഇപ്പോൾ സേനാപതി വേണു പറയുന്നത്.
അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ടി എൻ പ്രതാപനെ പോലുള്ള ആളുകൾ നിക്കക്കള്ളിയില്ലാതെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ എന്താണ്, ശബരിമല വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വളരെ വൈകാരികമായി ദേശീയ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ BJPയുടെ IT സെല്ലിന് വഴിയിട്ട് കൊടുത്തത് ഈ ഉളുപ്പില്ലാത്ത നാണം കെട്ട വൃത്തികെട്ട കോൺഗ്രസ്സുകാരാണ്. അവരുണ്ടാക്കിയ പോസ്റ്റർ അച്ഛനെ കാണാതെ വന്നപ്പോൾ ഒരു കുട്ടി നടത്തിയ നിലവിളിയുടെ ചിത്രം, കേരളത്തിൽ ഭക്തർ നേരിടുന്ന പീഡനമാണ്, കേരളത്തിൽ ഭക്തർക്ക് രക്ഷയില്ല എന്ന രീതിയിൽ ദേശീയ തലത്തിൽ ഇപ്പോൾ BJPയുടെ IT സെല്ല് പ്രചരിപ്പിക്കുന്നത് ലാലെ കോൺഗ്രസ് പാലക്കാട് നടത്തുന്ന ഭജനയൊക്കെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ രൂപമാണോ? ഇവർ നെഹ്റുവിൻ്റെ പാർട്ടിയാണോ? ആത്മീയതയെ, ദൈവവിശ്വാസത്തെ, മതത്തെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്ന് ചിന്തിച്ച ആളാണ് ഗാന്ധി. നല്ല അർത്ഥത്തിന് ജനങ്ങളുടെ ആത്മീയ ശക്തി ഉണർത്തിയാൽ തിന്മകൾക്കെതിരായിട്ട്, ആധിപത്യ ശക്തികൾക്കെതിരായിട്ട് ജനങ്ങളെ അണിനിരത്താൻ കഴിയുമെന്ന് ചിന്തിച്ച ആളാണ് ഗാന്ധി. ഗാന്ധി പോലും എവിടെയും ഭജന നടത്താൻ പറഞ്ഞിട്ടില്ല. എന്താണ് ശബരിമല പ്രശ്നത്തിന്റെ പേരിൽ ഭജന നടത്തണം? കോൺഗ്രസിന്റെ MP എന്താണ് ഡൽഹിയിൽ ആവശ്യപ്പെട്ടത്? കേന്ദ്രം ഇടപെടണം, ശബരിമലയിൽ ഭക്തർക്ക് രക്ഷമില്ല. ഇത് BJP ഇച്ഛിക്കുന്ന കാര്യം ഈ കോൺഗ്രസിന്റെ വൈദ്യന്മാര് ഇപ്പോൾ പ്രിസ്ക്രിപ്ഷനായി കൊടുക്കുകയാണ്, പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ കളിക്കുന്ന ആളുകൾ ദേശീയ തലത്തിൽ എന്ത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് പറയുന്നത്? എന്ത് BJP വിരുദ്ധ മതനിരപേക്ഷ സഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്? ഏറ്റവും നിരുത്തരവാദപരമായ ഇന്നത്തെ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയം നേരിടുന്ന അനവധിയായ സന്ദിഗ്ധതകൾ എന്ന് പറയുന്നത് തികഞ്ഞ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് BJP, അവർ നയിക്കുന്ന കോൺഗ്രസ്, അവർ നയിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെഡറലിസത്തിനെതിരായിട്ട്, മതനിരപേക്ഷതക്കെതിരായിട്ട്, ജനാധിപത്യത്തിനെതിരായിട്ട്, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട്, ദളിതുകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. ആ തികഞ്ഞ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ഏതെങ്കിലും രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടോ? അതിൻ്റെ ഭാഗമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കെതിരെ BJP ഇതര സർക്കാരുകൾക്കെതിരായിട്ടുള്ള സാമ്പത്തിക വിവേചനപരമായ കേന്ദ്ര സർക്കാരിൻ്റെ നയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തത്വാധിഷ്ഠിതമായ എന്തെങ്കിലും ഒരു നിലപാട് പറയാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാവുന്നില്ല ഫാസിസ്റ്റുകൾക്കെതിരായി സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഫാസിസ്റ്റ് ശക്തികളുടെ BJPയുടെ അതേ സ്വരത്തിൽ തന്നെ സംസാരിക്കുന്നു എന്നാണ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വരുന്നത്. ഞാൻ വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ശ്രീ A സജീവൻ, കേരളത്തിൻ്റെ കേരള മനസ്സറിയാവുന്ന ആരും പെരുമാറാത്ത രീതിയിലാണ് കോൺഗ്രസിൻ്റെ പെരുമാറ്റം എന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJPയുടെ അതേ മനസ്സ് തന്നെയാണ് കോൺഗ്രസിനും കേരളത്തിൻ്റെ കാര്യത്തിൽ എന്ന് മുഖ്യമന്ത്രിയും CPM-ഉം ഇടതുമുന്നണിയും നവകേരള സദസ്സും അതിൽ പങ്കെടുക്കുന്ന പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരുമൊക്കെ തുടക്കത്തിൽ പലരും ഒന്ന് അറച്ചു നിന്നെങ്കിലും ഇന്നിപ്പോൾ 28-ാം ദിവസമൊക്കെ ആയപ്പോഴേക്കും പലരും തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിഷ്പക്ഷർ എന്ന് പറയുന്നവർ പോലും എന്ന് വരുന്നത് രാഷ്ട്രീയമായി നവകേരള സദസ്സ് ഈ തിരുവനന്തപുരത്തേക്ക് അടുക്കുമ്പോഴേക്കും പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയ വിജയം ഇടതുമുന്നണിക്ക്, CPM-ന്, കേരള സർക്കാരിന് കിട്ടുന്നു. പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം അതാണ് തെളിയിക്കുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇനിയും മനസ്സിലാക്കേണ്ടേ ഇക്കാര്യം? ഇല്ല, കോൺഗ്രസ്സുകാർ കേരളത്തിലെ അവസ്ഥയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ദേശീയ തലത്തിൽ 2 വിഷയങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയെ കോൺഗ്രസ്സുകാർ നമ്മളെല്ലാ ആളുകളും കാണേണ്ടത്. ദേശീയ തലത്തിൽ നോക്കൂ, ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ വേണം എന്നുള്ളത്. അതായത് BJP കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരിച്ചാൽ മാത്രമേ ആ സംസ്ഥാനത്തിന് വലിയ വികസനം ഉണ്ടാകൂ എന്നാണ് BJPയുടെ നേതാക്കന്മാരായിട്ടുള്ള നരേന്ദ്രമോദിയും അമിത്ഷായും തൊട്ട് താഴെ തട്ടിലുള്ള ആളുകൾ വരെ പ്രചരണത്തിൽ ശക്തമായിട്ട് ഉന്നയിച്ചത്. കാരണം മറ്റേതെങ്കിലും ഒരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള വികസനത്തിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ പാർട്ടി ഭരിക്കണം, അത് BJP ആയിരിക്കണം എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയത്. അത് അവർ നേടിയെടുത്തു. അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ അതിനെ ചെറുക്കാൻ BJPയെ ഈ 5 സംസ്ഥാനങ്ങളിൽ പലതിലും, തെലങ്കാനയുടെ കാര്യം മാറ്റി വെക്കുക, തെലങ്കാനയിൽ BJPക്ക് അധികാരത്തിലേറാൻ പറ്റിയില്ല. എന്തായാലും 3 സംസ്ഥാനങ്ങളിൽ അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ. അത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുകൂടി നോക്കേണ്ടേ? ഇത്തരമൊരു അവസ്ഥയിൽ എല്ലാവരെയും കൂട്ടുപിടിക്കുക, ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും തങ്ങൾക്ക് അത്ര തൃപ്തിയില്ലാത്ത ആളുകളാണെങ്കിലും അത്തരക്കാരെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് പോരാട്ടത്തിന് ഒരുങ്ങുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ
അല്ലെങ്കിൽ രാജസ്ഥാനിലോ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ആരൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം പറഞ്ഞുള്ളത് SP അഖിലേഷ് യാദവ്. CPM ഉൾപ്പെടെയുള്ള പാർട്ടികളെ താഴ്ന്നില്ലേ? എല്ലാ പാർട്ടികളെയും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുത്ത ഈ സ്ഥലങ്ങളിലൊന്നും കാര്യമായിട്ട് മത്സരരംഗത്ത് ഇല്ലാത്ത നിതീഷ് കുമാർ പോലും പറഞ്ഞു കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് പോവുക എന്ന്. കാരണം BJPയെ എതിർക്കാനുള്ള ഘട്ടത്തിൽ എല്ലാവരെയും 10 വോട്ടെങ്കിൽ 10 വോട്ട് കിട്ടാൻ പറഞ്ഞു. അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ കാര്യം ഇപ്പൊ CPM-ന് ഈ സ്ഥലങ്ങളിലൊന്നും ഒരു വേരോട്ടവും ഇല്ല, 10 വോട്ട് ഉണ്ടാകുമോ? ആ 10 വോട്ട് കൂടി കിട്ടിയാൽ അഖിലേഷ് യാദവിനെ പോലുള്ള ഒരാളുടെ പാർട്ടിക്ക് SP-ക്ക് അവിടെ കുറച്ച് വോട്ടുണ്ടല്ലോ, അതുകൂടി കിട്ടിയാൽ ജയിക്കുമായിരുന്നില്ലേ? ഇവിടെ നിന്നൊക്കെ വന്നിട്ടുള്ള കണക്കനുസരിച്ചിട്ട് കോൺഗ്രസും BJPയും തമ്മിൽ ഈ പരാജയത്തിന്റെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ ബാക്കി പ്രതിപക്ഷ വോട്ടുകൾ കൂടി ചേർന്നിരുന്നുവെങ്കിൽ BJP താഴെ പോകുമായിരുന്നു. ഈ യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന് മുമ്പേ മനസ്സിലാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് മറ്റു നേതാക്കന്മാരൊക്കെ വിമർശിച്ചല്ലോ. ഇതാണ് നോക്കേണ്ടത്. ഇവിടെ ഇതേ ഇരട്ട എഞ്ചിൻ വാദമാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ BJP ഉന്നയിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ആ ഇരട്ട എഞ്ചിൻ വാദം ഇപ്പോൾ തന്നെ അറിയാലോ. നിങ്ങളത് കണ്ടില്ലേ? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഭരിച്ച LDF സർക്കാർ ഉണ്ടായിട്ട് ഇവിടെ എന്ത് വികസനം ഉണ്ടായി? കേന്ദ്രത്തിന്റെ പിന്തുണ പോലും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ജനങ്ങൾ വിചാരിക്കുക എന്നാ ശരിയാണ്, അവരവിടെ ഭരിക്കുന്ന പോലെ ഇവിടെയും ഭരിച്ചാൽ ഇവിടെ തേനും പാലും ഒഴുകുമല്ലോ എന്നുള്ള ധാരണ അവർക്കുണ്ടാകും. അങ്ങനെ ഒരു ധാരണ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ BJP ശ്രമിക്കുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കരുത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾക്കത് മനസ്സിലായി. ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് നിന്ന് പോരാടണം. ഇവിടെ ഇപ്പോൾ പോലെ ഇപ്പൊ അവസാനം സേനാപതി വേണു പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ MP-മാർ അവിടെ പോയിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ടു പിറ്റേ ദിവസം കണ്ടില്ലേ പണം ഒഴുകിയിരിക്കുന്നു. ഇതാണ് കാര്യം. ഈ MP-മാർ പോകുന്നതിന് മുമ്പായിട്ട് അവരെഴുതിയ നിവേദനത്തിൽ എന്തെല്ലാമാണ്, എങ്ങനത്തെ അതിന്റെ ഭാഷ എന്താണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ വായിച്ച പത്രങ്ങളിലെ വാക്കുകൾ വെച്ചുകൊണ്ട് കേരളത്തിന്റെ ധനസ്ഥിതിയിൽ സഹായം തേടിക്കൊണ്ട്, കേന്ദ്രത്തിന്റെ സഹായം തേടിക്കൊണ്ട് UDF MP-മാർ പോകുന്നതാണ്. അതായത് കേന്ദ്രത്തിനോട് കാപ്പാത്തുങ്കോ എന്ന് പറയുന്ന രൂപത്തിലേക്ക് പോകുന്നു. അപ്പൊ തരുന്ന കുറച്ച് കാശ് ഇങ്ങനെ വേണ്ട, അത് തരികയില്ല. നിങ്ങൾ വേണേ കടമെടുത്തോ, തരാനുള്ള പൈസ ഇപ്പം തരില്ല, അത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. ഈ ഒരു നിലപാടാണ്. അതുകൊണ്ട് നമ്മുടെ പ്രശ്നം തീരില്ലല്ലോ. നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയില് അതിൽ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള അധികാരത്തിൽ കേന്ദ്രം ഇടപെടുന്നു, അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഇത്തരം കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കുമ്പോൾ അത് UDF ആയാലും LDF ആയാലും ഏത് സംസ്ഥാനത്ത് ഭരിക്കുമ്പോൾ, ഇവിടെ കേരളം മാത്രമല്ല, നമ്മൾ നോക്കേണ്ട കർണാടകയാണ്, നമ്മൾ നോക്കേണ്ട തമിഴ്നാടാണ്, നമ്മൾ പശ്ചിമ ബംഗാൾ നോക്കണം, ഇനി തെലുങ്കാന നോക്കണം. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരും. കേന്ദ്രത്തിന്റെ നിലപാട് എന്ന് പറയുന്നത് തങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുക. അങ്ങനെ ആകുമ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവിടെയൊക്കെ പറയാലോ, ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ സഹായം ചെയ്തു തരും എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ശ്രീ സജീവൻ, ഈ കേരളം സ്വന്തമായി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഈ നികുതി വരുമാനത്തിൽ വലിയ വർധനവ് കഴിഞ്ഞ വർഷത്തിൽ ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ കണക്ക് വെച്ച് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കേരളത്തിൻ്റെ വളർച്ച 8% വർദ്ധിച്ചിട്ടുണ്ട്, ആഭ്യന്തര ഉൽപാദനം ഇരട്ടിയായിട്ടുണ്ട്. ഇതൊക്കെ കേരളം ഇതിനിടയിൽ ഈ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നതിനിടയിലാണ് കേരളം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്ന് കണക്കുകൾ വെച്ച് ഈ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ശ്രീ സജീവൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സാമ്പത്തികമായി കേന്ദ്രം വല്ലാതെ കഷ്ടപ്പെടുത്തുമ്പോഴും അതിനെ ഒന്നിച്ചു നിന്ന് നേരിട്ട് ചോദിച്ചു വാങ്ങാൻ, സമ്മർദ്ദപ്പെടുത്താൻ, കേന്ദ്രത്തിനോട് പറയാൻ UDF MP-മാർക്കൊരു വിമുഖത, CPM-നോട് ചേർന്ന് നിൽക്കില്ല എന്ന് VD സതീശനെ പോലുള്ളവർ കുഞ്ഞാലിക്കുട്ടി പറയുന്നതിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നു എന്നത് ഒരു ഭാഗത്ത്. രണ്ടാമതാണിത് KT കുഞ്ഞിക്കണ്ണനൊക്കെ ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ അതിൻ്റെ മറ്റൊരു മുഖം മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റുവാങ്ങേണ്ടി വന്നതൊക്കെ താങ്കൾ ഇവിടെ പറഞ്ഞു.
ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വി ഡി സതീശനും KPCCയുടെ അധ്യക്ഷനും ഒക്കെ കെ സുധാകരനും ഒക്കെ കൂടി നയിക്കുന്ന കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു പടി മുന്നിൽ ഞങ്ങളാണ് BJP-യേക്കാൾ. കേന്ദ്രത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ BJP ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്ന് ഞാൻ പറയും. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് KT കുഞ്ഞിക്കണ്ണൻ പറയും. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നവകേരള സദസ്സോടു കൂടിയൊക്കെ പുറത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുക വരുന്ന മാസങ്ങളിൽ? ശ്രീ സജീവൻ. തീർച്ചയായിട്ടും ജനങ്ങളത് വിലയിരുത്തുമല്ലോ. ഇപ്പൊ ഇവിടെ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ വഷളാണ്. അതിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക വൈകല്യമുള്ള നയങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ ഇത് വരുത്തി തീർക്കാനാണ് നമ്മുടെ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഗവർണർ മാത്രം അല്ല, അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന് വളം വെച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് വലിയ തിരിച്ചടിയായിട്ട് മാറി. BJPക്ക് നമ്മളെ വിത്തൊരുക്കാനുള്ള വിതയ്ക്കാനുള്ള വളക്കൂറുണ്ടായി കൊടുക്കുകയാണ്. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണം. അവർ താങ്കൾ പറഞ്ഞ പോലെ അറിഞ്ഞോ അറിയാതെയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ നമ്മളറിയാം, ഇപ്പൊ വളരെ കൃത്യമായിട്ട് ഇന്ന് ഒരു രാഹുൽ മാങ്കൂട്ടത്തില് ഗവർണർ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചിരി തോന്നി. കാരണം ഞങ്ങൾ UDF-ന്റെ ആളുകളെ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്തത് അത് അവരുടെ കഴിവ് കൊണ്ടാണ് ഗവർണറിന്. എനിക്കറിയാം കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്ര കഴിവുള്ള ആളുകളെ മാറ്റിവെച്ചിട്ടാണ് ഈ ബാക്കിയുള്ള ആളുകൾ വെച്ചിട്ടുള്ളതെന്ന് കാര്യം ലിസ്റ്റ് രണ്ട് നമുക്ക് അറിയാവുന്നതാണല്ലോ. അല്ല, എന്ത് കഴിവാണെന്ന് രാഹുൽ ഉദ്ദേശിച്ചതെന്നുള്ളത് താങ്കൾക്ക് മനസ്സിലായോ? ഈ പറഞ്ഞ കഴിവെന്നുള്ളത് അത് മാത്രം മനസ്സിലായില്ല. അല്ല, ഈ ന്യായീകരിക്കുന്ന ആളുകൾക്ക് കേരള സർവകലാശാലയില് മുഴുവൻ BJP-ക്കാരെയും വെച്ചപ്പോൾ അതിനെയും ന്യായീകരിക്കേണ്ട അവസ്ഥ വരികയല്ലേ? അപ്പൊ ഈ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ഗവർണർ നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോഴും അതെല്ലാം ന്യായീകരിക്കുക, ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ ഉഴപ്പാണെന്ന് വരുത്തുക. നേരത്തെ KT പറഞ്ഞ പോലെ ശബരിമല പ്രശ്നത്തില് ഈ ഉണ്ടായത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പിന്നാലെ പോലീസുകാർ പോയതുകൊണ്ടാണോ? കേരളത്തിൽ അത്ര ഈ മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് അതിന് പോയിട്ടുള്ള നമ്മുടെ കോഴിക്കോട്ട് കൂടിയാണല്ലോ. അത് നേരിട്ട് കണ്ട ആളുകളിൽ ഒരാളാണല്ലോ ഞാൻ. അപ്പോ അതൊക്കെ ഇങ്ങനെ വരുത്തുമ്പോൾ അത് ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ BJPക്ക് ഇത് മതി. BJPക്കാർക്ക് വലിയ ആഹ്ലാദമായി തീരുന്ന രീതിയിലേക്ക് പ്രതികരിക്കുന്നു. അത് പ്രതികരിക്കാതിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നയത്തെ ഞാൻ തീർച്ചയായിട്ടും LDF-ന് സഹായിക്കണം എന്നൊന്നുമില്ല. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടുണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ സജീവൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യം. സജീവൻ കോഴിക്കോടാണ്, അവിടെ നിന്നിട്ട് അവിടുത്തെ ഒരു പൾസും കൂടി കൃത്യമായി മനസ്സിലാകുന്ന ഒരാൾ കൂടിയാണ്. ശ്രീ സേനാപതി വേണു, ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, കേരളത്തിൽ നിങ്ങൾ BJP-യുടെ ഒരു അഭാവമാണ് നിങ്ങളുടെ ഒരു പ്രാതിനിധ്യം കൊണ്ട്, നിങ്ങളുടെ സ്പേസ് കൊണ്ട് ഇല്ലാതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഉള്ളവർക്കത് മനസ്സിലാകുന്നുണ്ട്. കേന്ദ്രത്തെ എതിർക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ആ അർത്ഥത്തിൽ വേണം എടുക്കാൻ. BJP ചെയ്യാത്ത കാര്യങ്ങൾ, കേരളത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നു, നിങ്ങളുടെ നേതാക്കൾ ചെയ്യുന്നു എന്ന് വരുന്നിടത്ത് എന്താണ് ശരിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് സംഭവിക്കുന്നത്? എനിക്ക് വളരെ ബഹുമാനമുള്ള ആളായി സജീവൻ സാറ്. കാരണം ഞങ്ങൾ പല ഫോറത്തിലും ഒരുപാട് രാഷ്ട്രീയ ചർച്ചകളും നടത്തിയിട്ടുള്ള. അത് പറഞ്ഞാൽ കേൾക്കണം, അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെയാണെങ്കിൽ ആ ബഹുമാനം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞത് സശ്രദ്ധം കേട്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഒരു ദേശീയ പാർട്ടി എന്ന് പറയുന്നത് അത് BJP-ആണ്. ആ BJP കേരളത്തിൽ ഇവിടെ എന്തോ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും എന്നൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് വേറെ ചില ഗൂഢ ഉദ്ദേശങ്ങളുണ്ട്. ഞാൻ കുഞ്ഞിക്കണ്ണൻ സഖാവുമായിട്ട് അങ്ങനെയല്ല സജീവൻ പറഞ്ഞത്, അതല്ല ശ്രീ KT കുഞ്ഞിക്കണ്ണനും പറഞ്ഞത്, ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത് BJP-ക്ക് പറ്റാത്തത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു BJP-ക്ക് വേണ്ടിയിട്ടെന്നാണ് ആണ്. അതിലെന്ത് യുക്തിയാ ലാലയുള്ളത്? അതിലെന്ത് യുക്തിയാവുള്ളത്? ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കാര്യം, ഞങ്ങളിപ്പോ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ തോറ്റു, അല്ലെ ഛത്തീസ്ഗഡിൽ തോറ്റു, മധ്യപ്രദേശിൽ തോറ്റു. ഞങ്ങൾ അവിടെയൊക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ടല്ലേ അവസാനത്തെ സർവേയിലും ഞങ്ങൾ ഛത്തീസ്ഗഡിൽ ജയിക്കുമെന്നുള്ള വലിയ
തെരഞ്ഞെടുപ്പിന്റെ ഇപ്പം വന്ന മാനിപ്പുലേഷൻ ആ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. ബഹുമാനായ കുഞ്ഞിക്കണ്ണൻ സഖാവ് ഇവിടെ ഞങ്ങളുടെ പാർട്ടിക്കെതിരെ വല്ലാത്ത രീതിയിലുള്ള എന്താ പറയുക ആക്ഷേപങ്ങളാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഇന്ന നേതാക്കൾ പോയാണ് BJP-യിൽ. ഞാൻ അദ്ദേഹത്തോട് വിനീതമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ സഖാവെ, 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഞങ്ങളുടെ നേതാക്കളെ പോയുള്ളൂ, നിങ്ങളുടെ പാർട്ടി അപ്പാടെ പോയി BJP-യിൽ വിലയം പ്രാപിച്ചില്ലേ? ഓഫീസുകൾ ഉൾപ്പെടെ BJP-ക്ക് കൊടുത്തുകൊണ്ട്. അതല്ലേ ബംഗാളിൽ സംഭവിച്ചത്, അതല്ലേ ത്രിപുരയിൽ സംഭവിച്ചത്. നിങ്ങൾ ഇത്ര വലിയ വിപ്ലവ പാർട്ടിയാണ്, BJP-യെ പ്രതിരോധിക്കാൻ കഴിയുന്ന പാർട്ടിയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾ എന്താ പറഞ്ഞ മതേതരത്വത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുന്ന നിങ്ങളുടെ പാർട്ടി എന്തേ ബംഗാളിൽ നിങ്ങൾ ഇതുപോലെ സമൂലം തകർന്നു പോയി? എന്തേ ഈ പോക്കാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥ വിഭിന്നമാകില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇവിടെ എല്ലാവരും BJP-യുടെ സ്വഭാവം കാണിക്കുന്നുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ ലാലെ, ഒരു തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ഗ്രേഡിലൊക്കെ മതിയെന്നേ. നമ്മൾ അതിനപ്പുറത്തോട്ടൊന്നും പോകേണ്ട ഒരു കാര്യമൊന്നുമില്ലോ. നമ്മളിപ്പോ സംസാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചാണ്. ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് എന്തുകൊണ്ടാണ് BJP-യുടെ അതേ മനസ്സ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അല്ല, അത് നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് കോൺഗ്രസ് BJP-യുടെ രീതിയിൽ എന്നുള്ളത്. അത് നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം നെഹ്റുവിന്റെ മതേതരത്വത്തെക്കുറിച്ചും നെഹ്റുവിന്റെ എന്താ പറഞ്ഞ നിരീശ്വരവാദത്തെക്കുറിച്ചും പറഞ്ഞു. ഗാന്ധിജിയും ഈ പാർട്ടിക്ക് നേതൃത്വം കൊടുത്തതാ. ഗാന്ധിജിയും പ്രാർത്ഥനയിലൂടെയാണ് ഈ പാർട്ടിയെ അദ്ദേഹം വളർത്തിയത്, കോൺഗ്രസിനെ വളർത്തിയത്. ഗാന്ധിജിയുടെ പ്രാർത്ഥനയാണോ ഈ പാലക്കാട് DCC-യുടെ ബാനറിൽ കണ്ട ഭജനയും പ്രതിഷേധ ധർണയും ഒക്കെ ഈ കുട്ടിയുടെ പടം വെച്ച് ശബരിമലയിൽ നീതി വേണമെന്നുള്ള രീതിയിൽ കോൺഗ്രസ് നടത്തിയത് ഗാന്ധിജിയുടെ ആ സമരമാണോ? ശബരിമലയിലെ പ്രശ്നം കേരളത്തിൽ നിന്ന് പുറത്തുനിന്നും വരുന്ന വിശ്വാസികളുടെ പ്രശ്നമാണ്. അവർക്ക് സുഗമമായി അവിടെ ദർശനം. ശ്രീ സേനാപതി വേണു, ഈ കോൺഗ്രസിന്റെ ഫ്ലക്സ് ബോർഡിൽ കാണുന്നത് അയ്യപ്പന്മാരുടെ കണ്ണ് നനയ്ക്കരുത്, ഒരു കുഞ്ഞ് അയ്യപ്പൻ അവിടെ കണ്ണ് നനഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രമാണ്. ആ കുട്ടി എന്തിനാണ് കരഞ്ഞുകൊണ്ട് നിന്നത് എന്ന് ഇന്നത്തെ ഈ ചർച്ചയിലെങ്കിലും സേനാപതി വേണു മനസ്സിലാകുന്നുണ്ടോ? ആ കുട്ടി കരയാനുള്ള സാഹചര്യം ആവശ്യത്തിന് പര്യാപ്തമായ രീതിയിൽ ബസ് സർവീസ് ഇല്ലാതെ ആളുകളെ ഒരു ബസ്സിൽ അങ്ങനെയല്ല, തെറ്റാണ്. താങ്കൾ വ്യാജ കാര്യങ്ങൾ ഈ ചർച്ചയിലൂടെ പ്രചരിപ്പിക്കരുത് ദയവായി. കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവാണ് താങ്കൾ. അല്ല, താങ്കൾ പറയൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ കുട്ടിയുടെ അച്ഛനും ആ കുട്ടിയും കൂടി ആ ബസ്സിൽ കയറാൻ വന്നു. കുട്ടി ബസ് പുറപ്പെടാറായപ്പോ അച്ഛനെ കാണാതെ കരയുന്നു ആ കുട്ടി. അങ്ങനെ അച്ഛനെ കാണാതെ കരഞ്ഞപ്പോൾ പോലീസുകാരൻ വന്ന് പുറമേ നിന്ന് ആശ്വസിപ്പിക്കുകയാണ് ആ കുട്ടിയെ. അപ്പോഴാണ് അച്ഛൻ വരുന്നത്. ആ കുട്ടിക്ക് സന്തോഷമാകുന്നു. ആ കുട്ടി കൈ കൂപ്പിക്കൊണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു വീഡിയോ തന്നെയുണ്ട് നമ്മുടെ മുമ്പിൽ. അത് താങ്കൾ മറച്ചു വെച്ചുകൊണ്ട് ഈ വടക്കേ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനക്കാർക്ക് BJP-ക്ക് ഒക്കെ ദേശീയ തലത്തിൽ കേരളത്തെ ആക്ഷേപിക്കാൻ തക്കവണ്ണം പാകത്തിൽ കോൺഗ്രസിന്റെ പാലക്കാട് DCC-യുടെ പേരിൽ ഒരു ഫ്ലക്സ് ബോർഡ് അടിച്ചിട്ട് താങ്കൾ ഇന്നും ചർച്ചയിൽ വന്നിട്ട് അത് ന്യായീകരിക്കുകയാണ്. കഷ്ടമാണ് സർ. 20-25 മണിക്കൂർ നേരം സാധുക്കളായ അയ്യപ്പന്മാര് ഈ സംസ്ഥാനത്തുനിന്നും അന്യ സംസ്ഥാനത്തുനിന്നും വന്ന അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ പോകാതെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലാലെ അയ്യപ്പൻ. അതിനുവേണ്ടി താങ്കൾ ഒന്നും ചെയ്തില്ലല്ലോ, അതിനുവേണ്ടി താങ്കൾ ഒരു സമരം നടത്തിയില്ലല്ലോ, അതിനുവേണ്ടി ഒരു ഭജന നടത്തിയില്ലല്ലോ. താങ്കൾ ഈ സെന്റിമെന്റ്സ് ഇളക്കി വിട്ട് ഒരു കേരളത്തിന്റെ മതേതര മനസ്സിനെ അട്ടിമറിക്കാനല്ലേ ഈ നിമിഷത്തിൽ നോക്കുന്നത്? അല്ല, ആ സമരമാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ നടത്തുന്നത്. ആ സമരമാണ് പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ നടത്തിയത്. സാർ, അവര് പോലും പാലക്കാട്ടെ DCC പ്രസിഡന്റ് പോലും പാലക്കാട്ടെ DCC-യുടെ അധ്യക്ഷൻ പോലും ഇന്ന് തള്ളിപ്പറഞ്ഞ ഒരു ഫ്ലക്സ് ബോർഡിനെ കുറിച്ചാണ് താങ്കൾ ഇപ്പോഴും അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഫ്ലക്സ് ബോർഡിനെ കുറിച്ചല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പന്മാർക്ക് കഴിഞ്ഞ 3-4 ദിവസങ്ങളിൽ ഉണ്ടായ അവരുടെ ബുദ്ധിമുട്ട്. അതല്ല എന്റെ ചോദ്യം അതല്ല. ആരാണ് കേരളത്തെ കുറിച്ച് തെറ്റായ ചിത്രം ഒരു കുട്ടിയുടെ പടം വെച്ച് ദേശീയ തലത്തിൽ പ്രചരിപ്പിച്ചത്? പാലക്കാട് ഫ്ലക്സ് ഉണ്ടാക്കിയത് ആരാണ്? കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ ഒരു ഭജനയും ധർണയും നടത്തുന്നത് എന്തിനാണ്? കേരളത്തിന്റെ മതേതര മനസ്സ് അറിയാത്ത പാർട്ടിയാണോ കോൺഗ്രസ് എന്ന് ചോദിച്ചപ്പോ താങ്കൾ ചക്കയ്ക്ക് ചുക്കെന്ന് കേട്ടിട്ട് വേറൊരു മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറൊരു മറുപടി ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ മറുപടി കേരളത്തിൽ
ശബരിമലയിൽ ദർശനത്തിന് വന്ന അയ്യപ്പന്മാർക്കുണ്ടായ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടാണ് കോൺഗ്രസ് പാർട്ടി ഉയർത്തിയത്. ആ ബുദ്ധിമുട്ടിന്റെ കാരണം സജീവൻ സാറിന് ചിലപ്പോൾ ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ മുഴുവൻ ആളുകളെ തല്ലാനും വഴിയിൽ കാണുന്നവനെ ഇന്നത്തെ ലാലേന്ന് ചർച്ച ചെയ്യണമല്ലോ. നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പറയണമല്ലോ, എന്ത് അധികാരമാണ് മുഖ്യമന്ത്രിയുടെ പിന്നിൽ നടക്കുന്ന 2 പോലീസ് ഉദ്യോഗസ്ഥൻ സിവിൽ ഡ്രസ്സിൽ വന്ന് ലാത്തിയുമായിട്ട് ആളുകളെ അടിച്ചു വീഴിക്കാൻ? ഇത് വടക്കേ ഇന്ത്യയൊന്നും അല്ലല്ലോ. ഇതൊക്കെ പ്രാകൃതമാണ് ലാലെ. ഇതൊക്കെ ഈ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നിങ്ങളുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ദർശനത്തിൽ നിന്ന് നോക്കുമ്പോ, ഇതെല്ലാം നിങ്ങൾക്ക് തോന്നുന്നത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയുന്നു, ഇന്ത്യയിൽ ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്നും ഈ ബി ജെ പിയെയും സംഘപരിവാറിനെയും ആത്മാർത്ഥമായി എതിർക്കുന്നത്, അവരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശരി, ആ ആത്മാർത്ഥത കാണാതെ പോകുന്നതാണോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നിങ്ങൾക്ക് സംഭവിക്കുന്നത്? എന്താണ് മറുപടി? അല്ല, ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവായ ഈ വേണു സേനാപതി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. ഒരു കൊട്ടേഷൻ ഗുണ്ടാത്തലവരെ പോലെ കേരള ഗവൺമെൻറ് ഭരണഘടനാപരമായ തൻ്റെ ഉത്തരവാദിത്തങ്ങളും തൻ്റെ ബാധ്യതകളും മറന്ന് കേരള സർക്കാരിനെതിരായിട്ട് പരസ്യമായി തെരുവിലിറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അദ്ദേഹം കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പറയാം. കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിനെ പിന്തുണക്കുന്നുണ്ടോ? വി ഡി സതീശൻ അതിനെ പിന്തുണച്ചിരിക്കുക. ഈ രാഹുൽ മാങ്കുളം പോലുള്ള ഈ നാടിൻ്റെ ചരിത്രവും സംസ്കാരവും രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഈ ന്യൂജൻ എന്ന് പറയുന്ന ഈ പുതുതലമുറ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സജീവൻ കൂടെ പറഞ്ഞില്ലേ, എന്തൊക്കെ ന്യായീകരണങ്ങളുമായിട്ടാണ് വരുന്നത്? ഇത്തരത്തിലുള്ള കുറുബുദ്ധികൾ കൊണ്ടൊന്നും കേരളവും ഇന്ത്യയും നേരിടുന്ന BJP ഉയർത്തുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തുന്ന വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്ക് അദ്ദേഹം ചിന്തിക്കണം. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ മുഖ്യ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഗവർണർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അതിൻ്റെ അടിയന്തരമായ എഫക്റ്റ് എവിടെയുണ്ടോ? ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കില്ല. സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ എന്തായിരിക്കും? ശമ്പളവും പെൻഷനും ഒക്കെ നിർത്തും. അങ്ങനെ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താണ്? കേരളത്തിലെ എത്ര വലിയ വിഭാഗം ജനങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രാരബ്ധത്തിലേക്ക്, വലിയ രീതിയിലുള്ള പാപ്പരീകരണത്തിലേക്ക് പോകുക? അത് നമ്മുടെ സമ്പദ്ഘടനയിലും സാധാരണ ജീവിതത്തിലും ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ആന്റണിയുടെ സർക്കാർ 2000-ലെ ആദ്യം കേരളത്തിൽ നമ്മളെല്ലാം കണ്ടതാണ്. ഇവിടെ ധവളപത്രം ഇറക്കി കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? റിഫോംസിന് വേണ്ടി സ്വകാര്യവൽക്കരണം നടപ്പാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് RC ചൗധരി എന്ന് പറയുന്ന ഒരു IAS-കാരനെ വെച്ച് റിഫോംസ് കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി എന്താ പറഞ്ഞത്? എല്ലാം വിറ്റു തുലക്കുക, സ്വകാര്യവൽക്കരിക്കുക, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കറക്കുക, അവരുടെ ക്ഷാമബത്തകൾ ഇല്ലാതാക്കുക, അവരുടെ ശമ്പളം വെട്ടിക്കുറക്കുക, നിയമന നിരോധനം നടപ്പാക്കുക. ഇതെല്ലാം തന്നെ 2000-ൽ കേരളം കണ്ടതാ. ഇവിടുത്തെ സർക്കാർ ജീവനക്കാർ ഒന്നിച്ച് വേണു സേനാപതിയെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാമല്ലോ, ഇവിടുത്തെ കോൺഗ്രസ് ട്രേഡ് യൂണിയൻ വരെ, NGO അസോസിയേഷൻ വരെ എല്ലാവരും ഒന്നിച്ച് സമരരംഗത്തേക്ക് വന്നു, അതിനെ പ്രതിരോധിച്ചു. അതിൻ്റെ തുടർച്ചയിലാണ് VS അച്യുതാനന്ദൻ്റെ സർക്കാർ, തോമസ് ഐസക്കിനെ പോലുള്ള ധനമന്ത്രിയൊക്കെ കേരളത്തിൽ വരുന്നത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കേരളം ഇന്ന് ഈ നീതി ആയോഗിൻ്റെ കണക്ക്. നിങ്ങൾ എന്തൊക്കെ അലവലാലിത്തരം വിളിച്ചു പറഞ്ഞാലും, എന്തൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും, ഇതാ നീതി ആയോഗിൻ്റെ കണക്കുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ വർഷം ഇതാ ഡിസംബർ അവസാനിച്ചിട്ടുള്ളൂ. ഈ വർഷം നീതി ആയോഗിൻ്റെ തന്നെ നേരത്തെ തന്നെ പുറത്തുവിട്ട കണക്കനുസരിച്ച് കേന്ദ്രത്തിൽ, അതായത് അഖിലേന്ത്യാ തലത്തിലേക്കാൾ കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക് ഇരട്ടിയിലധികമാണ്. നീതി ആയോഗ് പറയുന്നത് 12.6% കേരളത്തിൻ്റെ വളർച്ചാ നിരക്ക്. കേന്ദ്രത്തിൽ അത് 6% കേരളം വലിയ മാറ്റമുണ്ടായിരിക്കുന്നു. വരുമാനം കൂടുന്നു, സർക്കാരിന് വലിയ രീതിയിലുള്ള തനത് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു. എന്നാൽ കേരളം നേരിടുന്ന പ്രതിസന്ധി, കേരളത്തിന് ന്യായമായും കിട്ടേണ്ട വിഹിതം തരുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ്? കേരളത്തിൻ്റെ വായ്പാ സമാഹരണ സാധ്യതകളെ പല തലങ്ങളിൽ പരിമിതപ്പെടുത്തുന്നു, നിഷേധിക്കുന്നു. അതിനുവേണ്ടി മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിൽ വേണുവിനെ പോലുള്ള സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടത് നമ്മുടെ വായ്പാ സമാഹരണത്തെ ലിമിറ്റ് ചെയ്യാൻ, അതിനെ ഏതെങ്കിലും രീതിയിൽ ഇല്ലാതാക്കാൻ വളരെ സമർത്ഥമായ രീതിയിൽ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ടിരിക്കുക. ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക്കിനെതിരായിട്ട് നമ്മൾ കണ്ടതാണല്ലോ, കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഇവിടെ സമൻസ് അയച്ചത്, ഈ തപ്പലും പരങ്ങലും ഒക്കെ തന്നെ നടത്തിയത്. പക്ഷേ ഇപ്പോൾ ED എന്താണ്? ഹൈക്കോടതിയിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എല്ലാ സമൻസുകളും എന്ന് വാലുമടക്കി പോകാമെന്ന് പറഞ്ഞില്ലേ? ഐസക് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് കുറ്റി ഭരിച്ചു പോയി എന്നാണ്. വാലുമടക്കി പോകുന്നതുപോലെ എന്താണ് എല്ലാ സമൻസും ED പിൻവലിച്ചില്ലേ? ഈ കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് നിലപാടുണ്ടോ?
കേരളം ഇടതുപക്ഷമാകണ്ട, മറ്റാരെങ്കിലും ഭരിക്കുന്ന ഒരു സംസ്ഥാനമാകട്ടെ. ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് BJP-യുടെ ഫെഡറലിസത്തിനെതിരായിട്ട്, ഭരണഘടനയ്ക്കെതിരായിട്ട്, മതേതരത്തിനെതിരായിട്ട്, ജനാധിപത്യത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിനോട്, കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഈ കടന്നാക്രമണത്തെ, പ്രത്യേകിച്ച് ഗവർണറെ പോലുള്ള ഒരാളെ ഗുണ്ടയായി ഇറക്കിവിട്ട് ഭരണഘടനാ പദവി മറന്ന് എന്തു വൃത്തികേടും ചെയ്യുക. സർവകലാശാല നൽകുന്ന ലിസ്റ്റല്ല, അദ്ദേഹത്തിന് എവിടുന്നോ കിട്ടിയ ലിസ്റ്റ് പ്രകാരം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, മെറിറ്റ് ഇല്ലാത്ത ആളുകളെ സെനറ്റുകളിലേക്ക് തള്ളിക്കയറ്റുക. ഇതൊക്കെ ഏത് രാജ്യത്താണ്? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഇത് ലാറ്റിൻ അമേരിക്കയിലെ ഈ നമ്മുടെ ഗബ്രിയേൽ മാർക്കോസ് ഒക്കെ പറയുന്ന രീതിയിലുള്ള മക്കൻഡോ പോലുള്ള ഒരു നഗരമാണോ? ഇവിടെ നടക്കുന്ന എന്താണ്? മാജിക്കലാണോ കാര്യങ്ങൾ? ഗവർണർക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാൻ പാടുണ്ടോ? ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന കാര്യമാണ് നിങ്ങൾ പറയേണ്ടത്. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അദ്ദേഹം ഈ ഭജനയൊക്കെ ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ പോസ്റ്റർ ദേശീയ തലത്തിൽ, പാലക്കാട് DCC ഉണ്ടാക്കിയ പോസ്റ്റർ ദേശീയ തലത്തിൽ BJP IT സെല്ല് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. കേരളത്തിൽ ഭക്തർക്ക് രക്ഷയില്ല എന്ന രീതിയിലുള്ള ഒരു വൈകാരിക അവസ്ഥ ദേശീയ തലത്തിൽ തന്നെ രൂപപ്പെടുത്തുകയാണ്. കേരള വിരുദ്ധമായ ഒരു വികാരം, ഭൂരിപക്ഷ മതധ്രുവീകരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതേപോലുള്ളൊരു വികാരം ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ BJP ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ ITS സെല്ല് കരുതുന്നുണ്ടോ? അതായത് കേന്ദ്രം ഇടപെടണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. MP-മാർ കഴിഞ്ഞ ദിവസം അവിടെ ആവശ്യപ്പെട്ടത് കേന്ദ്രം ഇടപെടണം എന്നാണ് ഈ കാര്യത്തിൽ. അതെ, കോൺഗ്രസിന്റെ അജണ്ടയാണത്. കോൺഗ്രസിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ ചങ്ങായിമാരാണ്. അവർ BJP അജണ്ട, അവർ ആകെ അശക്തരാണ്, രാഷ്ട്രീയമായിട്ട് അശക്തരമാണ്, സംഘടനാപരമായിട്ട് അശക്തരാണ്. അവർക്ക് എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയില്ല. ഉമ്മൻചാണ്ടി ഒരു വൈകാരികതയായി ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട്, അവിടെ ജയിച്ചു പോയത് കൊണ്ട്, പ്രത്യേകിച്ച് പുതുപ്പള്ളി നിയോജക മണ്ഡലക്കാരെ, ആ നിയോജക മണ്ഡലത്തിൻ്റെ ജന്മകാലം മുതൽ പ്രതിനിധീകരിച്ച ഒരാളുടെ മകൻ മത്സരിച്ചപ്പോൾ വൈകാരികമായ ഒരു സപ്പോർട്ട് കൊണ്ട് ചാണ്ടി ഉമ്മൻ ജയിച്ചു പോയതൊന്നും കോൺഗ്രസിൻ്റെ സപ്പോർട്ടായിട്ട് ആരും കാണണ്ട. കോൺഗ്രസ് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ എന്ന പോലെ, ഇന്ത്യയിൽ എല്ലായിടത്തും പോലെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ് നേരിടുന്നത്. ആ വെല്ലുവിളിയെ പ്രതിരോധിക്കാൻ ശരിയായ രാഷ്ട്രീയ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് പകരം അവർ BJP-യുമായി ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ഏതെങ്കിലും രീതിയിൽ കുത്തിത്തിരിപ്പുകളിലൂടെ ബുദ്ധിമുട്ടിച്ച് എങ്ങനെയെങ്കിലും, അതിനുവേണ്ടിയാണ് അവർ ശബരിമല ഉപയോഗിക്കുന്നത്. എന്ത് സെക്കുലർ കൺസെപ്റ്റാണിത്? സെക്കുലറിസം ഉള്ള ഒരു പാർട്ടി പണി ചെയ്യുമോ? ശബരിമലയിൽ അച്ഛനെ കാണാതായപ്പോൾ ഒരു കുട്ടി പൊട്ടിക്കരയുന്ന വ്യാജ പോസ്റ്ററാണ് അവരുണ്ടാക്കിയത്. ഭക്തർക്ക് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ പീഡനമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഭക്തർ പീഡിപ്പിക്കപ്പെടുകയാണ് എന്നാണ് ദേശീയ തലത്തിൽ സംഘികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. അതെങ്കിലും തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ആ പോസ്റ്റർ തെറ്റുപറ്റിയതാണ് എന്ന് പറയാനുള്ള മര്യാദയും സാമൂഹ്യ ഉത്തരവാദിത്വവും. ഇത് വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുന്ന ക്യാമ്പയിനാണ്. വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കാൻ ദേശീയ തലത്തിൽ നിങ്ങളുടെ DCC ഉണ്ടാക്കിയ പോസ്റ്ററാണ് അഖിലേന്ത്യാ തലത്തിൽ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാര്, RSSകാര് ഉപയോഗിക്കുന്നത് എന്ന ഒരു കുറ്റബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? ഇത്തരം ചർച്ചകൾ വരുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളെങ്കിലും ഇത്തരം പോസ്റ്ററുകൾ ഉപയോഗിച്ച് നേട്ടമുണ്ടാക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കാം എന്നുള്ള ഒരു വസ്തുതയുണ്ട് നമ്മൾ മുൻ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലുള്ള ജനത പ്രബുദ്ധരാണ് എന്ന് നമ്മൾ വെറുതെ തമാശ പറയുന്നതല്ല. കേരളം തെളിയിച്ചിട്ടുണ്ട് അത് പലതവണ. അത് 2021 കോൺഗ്രസിനൊരു പാഠം കിട്ടിയതാണ്. അത് 2026 ഇപ്പോൾ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുമ്പോഴും അത് സംഭവിക്കുമോ എന്നാണ് അറിയേണ്ടത്. 2 മിനിറ്റ് വീതമാണ് ബാക്കി ഉള്ളത്. ശ്രീ സേനാപതി വേണു, ഈ കോൺഗ്രസ് ഇപ്പോൾ ഈഗോ ഒക്കെ മാറ്റിവെച്ച് മുന്നോട്ട് പോകണം എന്നാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശം. നിങ്ങൾ ബഹിഷ്കരിക്കാൻ എടുത്ത തീരുമാനമൊക്കെ മാറ്റിവെച്ച് ജനങ്ങളോട് തുറന്നു പറയുക എന്നാണ് പറയുന്നത്. സത്യത്തിൽ കേരളത്തിൻ്റെ മനസ്സറിയാവുന്നവർ അത്തരത്തിലല്ലേ പെരുമാറേണ്ടത്? വിനയത്തോടു കൂടി ആ ഒരു കാര്യം നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നേട്ടമല്ലേ ഉണ്ടാവൂ? അല്ല, ഞങ്ങൾ പറയുന്നത് ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണല്ലോ. കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞ ഞങ്ങളുടെ പാർട്ടി വല്ലാതെ അങ്ങ് തീർന്നു പോയെന്ന്. 11-ാം തീയതി നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടന്ന തെരഞ്ഞെടുപ്പ് ഫലം, ആ ഫലം ഒന്ന് കുഞ്ഞിക്കണ്ണൻ സഖാവ് വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യണം. കോൺഗ്രസ് വല്ലാതെ പ്രാദേശികമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ, ഈ വാർഡുകളിലൊക്കെ നടക്കുന്നതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയം മാത്രമല്ല, അവിടെ നമുക്കറിയാലോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അതുപോലെ നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതെങ്ങനെയാ ലാലേ? ഞങ്ങളുടെ പാർട്ടി വല്ലാതെ തകർന്നു പോയതാണ് എങ്കിൽ ഞങ്ങൾ ജയിക്കാൻ പാടില്ലല്ലോ. പിന്നെ 2, സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ഹൈക്കോടതിയിൽ ആരാ അഫിഡവിറ്റ് കൊടുത്തത്?
ഈ ഗവൺമെന്റ് വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് കേരള ഹൈക്കോടതി മുമ്പാകെ അഫിഡവിറ്റ് കൊടുത്തത് സംസ്ഥാന ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി കൊടുത്ത അഫിഡവിറ്റാണ്. 2, ഇനി അടുത്തത് ഗവർണറുമായിട്ടുള്ള പ്രശ്നം. ഗവർണർ പറഞ്ഞ ഞാൻ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി പോകുന്നു എന്ന് ഗവർണർ പറഞ്ഞപ്പോൾ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് ഗവർണറെ ആക്കിയത് നിങ്ങൾ തന്നെ. അടുത്തത് ഇവരുടെ ജന്മഭൂമി പത്രത്തിന്റെ പത്രാധിപ സമിതിയിലുള്ള ഒരാളെ എന്താ പറഞ്ഞേ, ഇല്ല, അങ്ങനെയുള്ള ഗവർണറെ ആ ഗവർണർ ഇപ്പൊ സെനറ്റിലേക്ക് ആളുകളെ എടുത്തപ്പോ അത് സംഘപരിവാറിന്റെ അംഗങ്ങൾക്കൊപ്പം നിങ്ങളുടെ യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് വന്നത്? അല്ല, 2 മിനിറ്റേ ഉള്ളൂ. ആ ആളെ രാജ്ഭവനിൽ നിയമിക്കാനായിട്ട് തിട്ടൂരത്തിൽ ഒപ്പിട്ട് കൊടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണല്ലോ ഗവർണർ പറഞ്ഞത് എന്റെ നാട്ടുകാരൻ ഗോപിനാഥ രവീന്ദ്രനെ എന്റെ നാട്ടുകാരനായതുകൊണ്ട് വൈസ് ചാൻസലർ ആക്കണമെന്ന്. അപ്പോ ഞങ്ങള് കുഞ്ഞിക്കണ്ണനെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ഒറ്റച്ചങ്ങായി എന്നുള്ള ഈ തൊപ്പി അത് ഞങ്ങളെക്കാൾ അത് നല്ലപോലെ ചേരുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ BJP-യെയും അങ്ങനെയാണെങ്കിൽ ആ ഗവർണർക്കെതിരെ, ഗവർണറാണല്ലോ ഈ സംസ്ഥാനത്തിന്റെ അധിപൻ, അങ്ങനെയാണെങ്കിൽ സംസ്ഥാനത്തിന് ഇപ്പോൾ ഭരണത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ഗവർണർക്കെതിരെ കൂടി സമരം നടത്തണ്ടേ? നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അല്ല, ഞങ്ങളല്ലല്ലോ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇവിടെ ഉണ്ടാക്കിയത്. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കിയത് ഇവര് ഭായി നിന്നുകൊണ്ട്. അതെ, ഗവർണർക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയാണ് സമരം ചെയ്യുന്നില്ല? പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ. ഞങ്ങളല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. ഞങ്ങളാണോ പറഞ്ഞത് ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായിട്ട് ശുപാർശ ചെയ്യണമെന്ന്? ഞങ്ങൾ പറഞ്ഞതല്ലോ. ജന്മഭൂമി പത്രാധിപരെ രാജ്ഭവനിലേക്ക് ശുപാർശ ചെയ്തത് ഞങ്ങളല്ലല്ലോ. ഈ ശുപാർശകളെല്ലാം നിങ്ങൾ തന്നെ. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടല്ല താങ്കൾ ഇങ്ങനെ പറയുന്നത്. പറഞ്ഞല്ലോ, ഗവർണർ നിങ്ങൾക്കൊരു ശത്രുവല്ല. ഗവർണർ നിങ്ങൾക്കൊരു ശത്രുവല്ല. ഈ ഗവർണർ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇനി ചാൻസലർ സ്ഥാനത്ത് തുടരുന്നില്ല എന്ന് ഗവർണർ തന്നെ പറഞ്ഞതാണല്ലോ. അന്ന് ഒഴിവാക്കി വിടേണ്ടതല്ലേ? ശരി, അപ്പോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, നിങ്ങൾക്ക് ഈ നവകേരള സദസ്സ് ഒരു ലാഭം തന്നെയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. ഇനി അതിൻ്റെ അവസാനത്തോട് അടുക്കുമ്പോൾ കൂടുതൽ കേരള ജനത നിങ്ങൾക്കൊപ്പം എന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ് ഇപ്പോൾ? അല്ല, അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ ലാഭനഷ്ടങ്ങളുടെ കണക്കെന്ന രീതിയിൽ കാണാൻ പാടില്ല. നമ്മൾ കാണേണ്ടത് ഇന്ത്യയിൽ ഇന്ന് സംഘപരിവാറിനെതിരായിട്ട് അതിശക്തമായ പ്രതിരോധമുയർത്തുന്ന ബദൽ നയം മുന്നോട്ട് വെക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. അത് ദേശീയ തലത്തിലുള്ള അക്കാദമിക് രംഗത്തുള്ള ആളുകളും സാർവദേശീയ തലത്തിലുള്ള പണ്ഡിതന്മാരുമൊക്കെ വളരെ ഗൗരവാവഹമായി കാണുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ബദൽ തകർക്കുക എന്നതാണ് അദാനിമാരുടെ അംബാനിമാരുടെ താല്പര്യം. അതിനെതിരായിട്ട് കേരളം അതിശക്തമായ പൊതുമേഖല, വലിയ രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ, ഇന്ത്യയിൽ 1000 രൂപക്ക് മുകളിൽ പെൻഷൻ കിട്ടുന്ന ഏത് സംസ്ഥാനമാണ് ഉള്ളത്? 80 വയസ്സുള്ള വയോജന പെൻഷൻ ഗോവയിലും അതേപോലെ തന്നെ ഡൽഹിയിലും കൊടുക്കുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ 1000 രൂപക്ക് മുകളിൽ പെൻഷൻ കിട്ടുന്നത്? അപ്പോൾ ഈ പ്രതിസന്ധിക്കകത്ത്, പ്രതികൂല സാഹചര്യങ്ങൾക്കകത്ത് 1600 രൂപ നമ്മളത് 2500 ആകണമെന്നും 5000 ആകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ എല്ലാവർക്കും വെള്ളം, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ചികിത്സ, എല്ലാവർക്കും വിദ്യാഭ്യാസം, അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക. ഇങ്ങനെയൊക്കെയുള്ള വളരെ ഉൾക്കാഴ്ചയോടുകൂടി ലോകത്തിലെ ഏറ്റവും വികസിതമായ സമൂഹങ്ങൾക്കൊപ്പം കേരളത്തെ എത്തിക്കാനുള്ള വലിയൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തെ അടിച്ച് പൊളിച്ച് ഈ അദാനി അംബാനിമാരുടെ കുപ്പത്തൊട്ടിയാക്കി ഈ കേരളത്തെ മാറ്റാൻ പറ്റുമോ? കേരളത്തിലെ പൊതുമേഖലാ സംവിധാനങ്ങളെ, കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളെ എല്ലാം തകർക്കാൻ കഴിയുമോ എന്ന ഗൂഢാലോചനാപരമായ ഒരു നിയോ ലിബറൽ അജണ്ടയാണ് BJP-ക്കുള്ളത്. ആ അജണ്ടയോട് കാര്യമായ എതിർപ്പൊന്നും നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്കില്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കില്ല എന്നതുകൊണ്ടാണ് അവർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഒരേ സാമൂഹ്യ സാമ്പത്തിക അടിസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഈ BJP-യുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ. അവരുടെ വർഗ താല്പര്യം ഇപ്പം നമുക്കെല്ലാവർക്കും അറിയാം. ഇലക്ട്രൽ ബോണ്ട് അനുസരിച്ച് ഈ കുത്തകകൾ കൊടുക്കുന്ന ഫണ്ടിൻ്റെ കണക്കെടുത്ത് നോക്കിയാലും മതി. കോൺഗ്രസിന് കുറച്ചേ കിട്ടുന്നുള്ളെങ്കിലും BJP കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ് കോൺഗ്രസിന് കൊടുക്കുന്നത്. BJP-ക്ക് വേണ്ടി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്ന ഈ കനകൊലുമാരുവ തന്നെയാണ് കോൺഗ്രസ് എവിടെയെങ്കിലും പൂർണ്ണമായി പോവുകയും കോൺഗ്രസിന് ബദലായി ഇടതുപക്ഷം വരികയും ചെയ്യുമ്പോൾ അതേ കനകൊലു തന്നെയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ നേരത്തെ ശ്രീ കുഞ്ഞിക്കണ്ണനോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ലാഭം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഉപയോഗിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഈ രണ്ട് രാഷ്ട്രീയ പക്ഷങ്ങളെ നോക്കുമ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് UDF-ന് എന്ന് പറയാം. കോൺഗ്രസ്സിന് അവരുടെ MLA-മാരെ ബഹിഷ്കരിക്കാൻ നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത് വഴി അവർക്ക് ഇതിനിടയിൽ കൂടെ ഒന്ന് നിന്നു കൊടുത്താൽ മതിയായിരുന്നു, അവിടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിൽക്കാമായിരുന്നു, അതുവഴി ജനങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാമായിരുന്നു എന്നൊരു അവസരം ഇല്ലാതെ പോയി. അതിന് ഉത്തരവാദി ആരാണ് എന്നാണ് ഇനി അവർക്ക് പറയേണ്ടി വരിക. അങ്ങനെയല്ലേ?
തീർച്ചയായിട്ടും കോൺഗ്രസ് പലപ്പോഴും വീണ്ടും വിചാരമില്ലാതെ കാര്യങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ നവകേരള സഭയുടെ സദസ്സിന്റെ കാര്യത്തിൽ തന്നെ ശരിക്കും അവരുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ CPM-ന് ആ രീതിയിൽ ഇപ്പൊ LDF-ന് രാഷ്ട്രീയം പറയാൻ അവസരം കിട്ടില്ലായിരുന്നു. ഓരോ ദിവസവും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവസരം കിട്ടും, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവസരം കിട്ടുന്നു പറയുന്ന അവരുടെ ഒരു നഷ്ടമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, BJP-യുടെ കയ്യിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള, കേരളത്തിലല്ലെങ്കിൽ പുറത്താണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള വജ്രായുധം കൊടുക്കരുത്. ഇപ്പോ ഇവിടെ ശബരിമലയുടെ കാര്യത്തിൽ ആ കുട്ടിയുടെ കണ്ണീര് വെച്ചുകൊണ്ടുള്ള ഒരു സംഭവം അത് അങ്ങനെയായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോ ഇവിടെ മുസ്ലിം ലീഗിന്റെ പതാക കൂട്ടത്തോട് മുസ്ലിം ലീഗുകാരുടെ ആവേശമായിരുന്നു ഒരു പതാകയുമായിട്ട് വന്നത്. അത് വെച്ചുകൊണ്ട് ആണ് ഉത്തരേന്ത്യയിൽ വലിയ വോട്ട് അവർ നേടാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ BJP 2019 അധികാരത്തിൽ വരുന്നതിന് ഒരു പ്രധാന കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടിയായിരുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധി അമ്പയെ പരാജയപ്പെടാൻ പോലും കാരണമായത് ഈ ഒരു കാര്യമായിരുന്നു. അതേപോലെ ഇത് വെച്ചുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ഹിന്ദു വിരുദ്ധരാണ് എന്ന്, ശബരിമല തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് വരുമ്പോ നേട്ടം ഒരുപക്ഷെ ഇവിടെ കഴിഞ്ഞ തവണ കിട്ടിയ പോലെ തങ്ങൾക്ക് കിട്ടുമെന്ന് കോൺഗ്രസ്സുകാർ കേരളത്തിൽ വിചാരിക്കാം. പക്ഷേ ഉത്തരേന്ത്യയിൽ നേരെ തിരിച്ചടിക്കും. തീർച്ചയായിട്ടും ഒരിക്കൽ ചക്ക വീണപ്പോ മുയൽ ചത്തു എന്ന് കരുതി അതേപോലെ കാത്തിരിക്കുന്ന അവസ്ഥയിലാണോ ഇപ്പോഴും ചക്കയുണ്ട്, മുയലുമുണ്ട്. മുയൽ ചാകുമോ, ചക്ക മുയലിൻ്റെ പുറത്ത് തന്നെ വീഴുമോ എന്നൊക്കെ ആണ് ഇനി തിരിച്ചറിയേണ്ടത്. കോൺഗ്രസ് അതും പ്രതീക്ഷിച്ചിരുന്നാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത്. എന്തായാലും നവകേരള സദസ്സ് വഴി ഇന്ന് സാധാരണ ജനങ്ങൾ പോലും സംസാരിക്കുന്നുണ്ട്. കേന്ദ്രം ഒരു 57,000 കോടി രൂപ ഇവിടെ കേരളത്തിന് തരാനുണ്ട്. അത് കടത്തിൻ്റെ പരിധി കേരളത്തിന് കുറച്ച് കൊടുക്കേണ്ടതുണ്ട്. കേരളത്തിന് അർഹിക്കുന്നതൊന്നും കിട്ടുന്നില്ല. കോൺഗ്രസ്സുകാർ അത് ചോദിച്ചിട്ടുണ്ടോ? അവിടെ ഞങ്ങൾക്ക് അവർ നേടിത്തരുന്നുണ്ടോ? ആരാണ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? കേരള വിരുദ്ധ മനസ്സ് ആർക്കാണ് എന്ന് സാധാരണ ജനങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നവകേരള സദസ്സ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ സേനാപതി വേണു, A സജീവൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.